ഹായ് ഫാൻറ്റസി വേൾഡ് സിജോൻ ജസ്റ്റിൻ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ പണി തുടങ്ങിയതിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ടവരെ വീഡിയോ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം വീഡിയോ ഇടാൻ പറ്റിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ കെട്ടി തറയൊക്കെ കെട്ടി തീർത്തു കേട്ടോ. ഏകദേശം കുറച്ച് പണിയും കൂടെ ഉള്ളൂ, ബാക്കിയൊക്കെ തീർത്തിട്ടു. പലവർ ഇപ്പം നമ്മൾ വേറെ തിരക്കിലായതുകൊണ്ട് സമയം കിട്ടുന്നതനുസരിച്ചൊക്കെ ഒന്ന് കുറേശ്ശെയൊക്കെ ആയിട്ട് ചെയ്ത് തീർത്താം കേട്ടോ. അപ്പം ഈ വള്ളി കെട്ടിയത് റെഡിയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ചേട്ടനെ കൊണ്ടുവന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോണൊക്കെ റെഡിയാണെന്ന് അറിയണ്ടേ. നമ്മൾ പിടിച്ചാണെങ്കിലും നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പാളി കഴിഞ്ഞാൽ പോയല്ലേ. നമ്മൾ ഈ കോണ് പിടിക്കുമ്പം നീളം വരണം അല്ലേ, 4 അടി. ഇത് വീതി നീളം ഒന്നാണെന്ന് നോക്കണം ചേട്ടാ. ഇതിന്റെ അതിപ്പോ ശരിയാക്കി തരാം. ഇത് പിടിച്ച് ഇവിടെ തീർന്നാൽ അതെല്ലാം റെഡിയാവുന്നു. ശരിയാവും. 36. ഇപ്പൊ നമ്മുടെ കളി വാളിയത് അവിടെയാല്ലേ. ഞാൻ പറഞ്ഞിട്ടേ ആ ശിഷ്യത്വം കിട്ടാണ്ടോ എന്തോ ഒരു പൊടിക്കൈ ഉണ്ടായിരുന്നു. പൊടിക്കൈയാണ് ഞങ്ങൾക്ക് വാളി പോയത്. അവിടെ ശരിയല്ലേ? ഇത് ചരടേന്ന് കൈ വിട്ടേ. ആ കോണി ഇത് തീർന്നേ. നീ അവിടുത്തെ ആ കോല് വെച്ചോടത്ത് പിടിച്ചേ. ടേപ്പിന്റെ കോണ് പൊള്ളിച്ചാൽ മതി. ഇത് കുഴപ്പമില്ല കേട്ടോ. ഇത് തീർന്നു കിടക്കണ ഇത്രയൊക്കെ കിട്ടുള്ളൂ. ആ കുറ്റി ശരിയാ? ഇവിടെ ഇതുണ്ട്. ആ ചരട് റെഡിയായോ? റെഡിയാ? ഇവിടെ റെഡിയാ. അവിടെ ആ ചരടിനായില്ലേ? റെഡി. അവിടെ കോണ് കറക്റ്റ് ആയില്ലേ? ഇവിടെ കറക്റ്റ് തീർത്ത് കിടക്കണ്ട. അത് റെഡിയല്ലേ? റെഡിയാ. ഇങ്ങോട്ട് പോകട്ടെ. ഈ തറയുടെ കോണിപ്പ് മാറാനായിട്ട് നമ്മൾ പിടിക്കുമ്പം നീളം സൈഡ് 4 അടിയും അതുപോലെ വീതി സൈഡ് 3 അടിയും പിടിക്കുക. എന്നിട്ട് കോണ് വരുന്നിടം 5 അടി കിട്ടണം. അപ്പം ആ നീളം വീതിയും പിടിക്കുന്നത് മാറിപ്പോരുത്. 4 എപ്പോഴും പിടിക്കുമ്പോൾ നീളവും വീതി 3 പിടിക്കണം. നേരെ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കോണിപ്പ് പിടിക്കുമ്പോൾ റെഡിയാകാതെ വരും. അപ്പം ഞങ്ങൾക്ക് പാളിപ്പോയത് അതാണ് കേട്ടോ. ഞങ്ങൾ ഒരു കോണ് ചിലപ്പോൾ 3 മറ്റേ 4 പിടിക്കും. അപ്പുറത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾ നീളം കൂടിയത്, അതായത് നീളം പോയിട്ട് 3 പിടിക്കും, വീതി പോയി 4 പിടിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ കോണ് കിട്ടാണ്ട് വരും. അപ്പം ഞങ്ങൾക്ക് അതായിരുന്നു പാളിപ്പോയത്. അപ്പോൾ അതുകൊണ്ട് ഇനി ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തറ കെട്ടി വന്നു കഴിഞ്ഞപ്പം താഴ്ഭാഗത്ത് മുറ്റം കുറച്ച് ഹൈറ്റ് കുറവ് വന്നു. അപ്പം മണ്ണ് കിടക്കുന്നതൊക്കെ താഴോട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് കെട്ടി ലെവലാക്കി മണ്ണ് നിരത്തിയിട്ടാ കേട്ടോ. മറ്റേ ഒരു കുമ്പാരം പോലെ മണ്ണായിരുന്നു. ലെവലാക്കി കഴിഞ്ഞപ്പം ചവിട്ടുമ്പോൾ പിന്നെ മണ്ണൊക്കെ താഴോട്ട് പോയല്ലേ. ഇനി നമ്മുടെ തറയൊക്കെ കെട്ടി ഏകദേശം ഇവിടെ എത്തി. ഇനി ഈ ഒരു സൈഡാട്ടോ നമ്മളിപ്പം വാനം തോണ്ടാണ്ട്. അപ്പം വണ്ടിയൊക്കെ കയറി കഴിഞ്ഞപ്പം അല്ലെ തന്നെ ഇത്രയും താത്തിയിട്ടല്ലേ നമ്മൾ മാണ്ടിയായി നിൽക്കുന്നതാണ്. അപ്പം ഭയങ്കര ഉറപ്പായിപ്പോയി. ഇനി അതൊക്കെ ഒന്ന് കുത്തി കളച്ചെടുക്കണം. അപ്പോൾ ബാക്കി സൈഡ് കെട്ടി. ഇനി ഈ സൈഡ് കേട്ടോ കൊത്തി ഞാൻ ചേട്ടയുടെ പരിപ്പൊക്കെ എടുത്ത് നിൽക്കുക കേട്ടോ. നല്ല വെയിലൊക്കെയാണ്. ഇത് നമ്മൾ ഇപ്പം എടുത്ത വീഡിയോ അല്ലോ കേട്ടോ, നേരത്തെ എടുത്താണേ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്ത് വന്നതാണ്. ഞങ്ങൾ ഈ 2 സൈഡ് ഒഴിവാക്കിയിട്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കല്ല് സൈറ്റിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ വണ്ടി തറയിലേക്ക് കയറ്റിയിട്ട് വേണം കേട്ടോ. റിവേഴ്സ് വെച്ചാണ് കല്ല് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിവിടെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഇങ്ങോട്ട് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ കല്ല് കിടക്കുന്നുണ്ട് അങ്ങോട്ടായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അങ്ങോട്ട് ഇടണമെങ്കിൽ വണ്ടി നമ്മുടെ തറയിൽ കയറണം. ആദ്യം നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടില്ലേ, വണ്ടി തിരിക്കാതെ അപ്പുറമായിരുന്നു. അപ്പം നമുക്ക് പണി കൂടുതലായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം വാനം തോണ്ടി തറയൊക്കെ കെട്ടി ഏകദേശം കഴിയാനായിട്ട് അങ്ങനെ നമ്മുടെ പണിയൊക്കെ തറകെട്ട് പണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തറ കെട്ടി ഞങ്ങൾ തീർത്തപ്പോഴത്തേനും മഴക്കാലമൊക്കെ ആയേ. അപ്പം ഇനി തറ കെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ഒരു കിച്ചൻ്റെയും ബാത്റൂമിൻ്റെയും കൂടെ തിരിക്കാനുണ്ട് കേട്ടോ. അതുകൂടെ ഉള്ളൂ. ബാക്കിയൊക്കെ തീർത്തു. പിന്നെ ബെൽറ്റ് ഇടാനുണ്ട്. ഞങ്ങൾ ബെൽറ്റ് പണി ആരംഭിച്ചു കേട്ടോ. ഇന്നലെ ഇട്ടതാ കേട്ടോ. ഇനി ആ സൈഡിലാണ്ട് സെൻറ്റർ ഇടാം. 2 സൈഡ് ഇട്ടിട്ട് സെൻറ്റർ ഇടാന്ന് വിചാരിക്കുന്നു. ജസ്ന ഇല്ല കേട്ടോ. ജസ്നയില്ല, ജസ്നയുടെ പ്രേതമുള്ളൂ. ഉറക്കട്ടെ. അപ്പം അടുത്ത സൈഡ് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കമ്പിയൊക്കെ കെട്ടി പലകയൊക്കെ വെച്ച് ഇട്ട് കൊടുക്കണം. ഇച്ചിരി ഹൈറ്റ് കൂടെ ഉണ്ട്. കാരണം ഇത്രയും ബെൽറ്റിന് കയറാണ്ട് കണ്ടോ. നല്ല ഹൈറ്റ് കയറാണ്ട് കണ്ടോ. ഈ ഹൈറ്റ് നമുക്ക് ബെൽറ്റ് പോകാനുള്ളതാണ്.
ഇത്രയും താഴോട്ടുണ്ട്, ഇച്ചിരി കൊറിയോസ് ഇട്ട് കൊടുക്കാം. ബട്ടർ ലെവൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഇറങ്ങും. അപ്പം തറപ്പണി കഴിഞ്ഞ് ഞങ്ങൾ ബെൽറ്റ് പണി തിരിച്ചെത്തി, വീണ്ടും ബെൽറ്റ് പണിയിലേക്ക് എത്തി കേട്ടോ. വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് എത്തി അല്ലേ. താഴത്തെ പരിപാടിയൊക്കെ ഒതുക്കിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി. പരിപാടി ഞങ്ങൾ ഇവിടെ എത്തി. ഇത് ഇച്ചിരി ഓവറായി പോയിട്ടോ. തട്ടി നിരത്താം, എത്ര ആളപ്പെടണ്ട. കട്ടി കുറച്ച് വിട്ടാൽ മതി. വെയിലൊക്കെ അതന്നെ, വെയിൽ പോകുന്നതിന് മുമ്പ് പരിപാടി തീർത്തിട്ട് പോകണം. നല്ല വെയിൽ. തറ കെട്ടി അവസാനിപ്പിക്കുമ്പോഴും അതുപോലെ നമ്മൾ ഈ ബെൽറ്റ് ഇടുന്നതിന് മുമ്പും വാട്ടർ ലെവൽ പിടിച്ച് 4 സൈഡും വാട്ടർ ലെവൽ പിടിച്ച് റെഡിയാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ബെൽറ്റ് ഇടുമ്പോൾ എന്തായാലും നോക്കണം, മറ്റേ കെട്ടുമ്പോഴും നോക്കണം. ബെൽറ്റ് ഇടുന്നതിന് മുമ്പ് വാട്ടർ ലെവൽ പിടിച്ച് 4 സൈഡും ഒരേ ഹൈറ്റ് ആക്കിയിട്ട് വള്ളി കെട്ടിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ഇവിടെ ബെൽറ്റ് ഇടാൻ വരുന്ന സമയത്തൊക്കെ മഴയായിരിക്കും. അപ്പോൾ ഞങ്ങൾ മൂടിയിട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത് കേട്ടോ. അപ്പം നമ്മുടെ മഴയുടെ താപ്പ് നോക്കിയൊക്കെയാണ് ഞങ്ങൾ പരിപാടിയൊക്കെ തീർത്തോണ്ടിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്യാം. സാമ്പിളൊന്ന് എടുത്ത് നോക്കിയതാ കേട്ടോ, കൂടുതൽ എടുത്തുകൊണ്ടൊന്ന് മോശമാക്കണ്ടല്ലോ വിചാരിച്ച്. ഇവിടെ എന്ത് വാങ്ങിയാലും കൂടുതൽ വാങ്ങും, എന്നിട്ട് അവസാനം ചുമ്മാ വെറുതെ കളയും. കട്ട പിടിച്ചു പോകും, കട്ട വെള്ളമാക്കാൻ മതിയാവും. ഇതെന്തുവാണ് ഇത്, ഒരുപാട് വെള്ളമുണ്ടോ? പൊട്ടി 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 പൊട്ടി. അതിട്ടിളക്കിയ കട്ട പിടിക്കും കേട്ടോ ബ്രഷേല്. ആ മതിയാവൂല്ലോ, കട്ടൊക്കെ റെഡി ആയി. തയ്യാറൊന്ന് സംശയം, വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തോ വെള്ളം കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അടുത്ത പാക്കറ്റ് അടുത്ത പാക്കറ്റ് പൊട്ടിക്കേണ്ട വരും തോന്നുന്നു. വെള്ളം കുറച്ചാൽ മതിയായിരുന്നു. അടുത്ത പൊട്ടിച്ചിട്, എന്നാ അടിച്ചു നോക്കിയത് പോരാ. എന്താ റെഡി ആയോ ജസ്ന? എന്തോ കുറച്ചുകൂടി ഇടണം. അപ്പോൾ അടുത്ത പാക്കറ്റ് പൊട്ടിക്കണം. അടുത്ത പാക്കറ്റ് പൊട്ടിക്കണം. വെള്ളം കൂടി പോയി. എളുപ്പപ്പണി എടുത്ത് വെള്ളം എടുക്കാൻ രണ്ടാമത് പോകാൻ കഴിയാഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കുടിക്കണം. അത് ഇപ്പൊ ആ കെട്ടിന് തികയല്ലോ സാധനം. ഇപ്പൊ എങ്ങനെ ഇത് മൊത്തം അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പൊ രണ്ടാമത്തെ പാക്കറ്റ് എന്തോ ഇടും, പുള്ളിടുവോ? ഇല്ല, നോക്കട്ടെ, കറക്കിയിട്ട് പറയാം. കൈ പൊള്ളിയല്ലേ? മതിയാവും. 1 kg ഇത് ശരിക്കും 5 കിലോ എടുത്താൽ മതിയായിരുന്നു അല്ലേ? എന്താവും അറിയത്തില്ലാത്തോണ്ട് എടുത്തല്ലേ. എന്തായി ഇത് അടി കട്ട പിടിക്കണ്ടാവും മിക്കവാറും. ഇതോ ഇതടിയിൽ നിന്ന് കട്ട പിടിക്കില്ല. കൈയിട്ട് നോക്കണോ? സംശയം ഉണ്ടോ? പുള്ളുവേ ഞാൻ ഇടിയല്ലേ ചേട്ടാ ഇടാന്ന്. എനിക്ക് പറ്റിയത്. അപ്പോൾ ഓക്കെ, അമ്മ ഒന്ന് അടിച്ച് കാണിച്ചേ നോക്കട്ടെ. പോട്ടെ പോട്ടെ, വേഗം നോക്ക്, സമയം പോലെ. ഇത് ഇളക്കായിട്ട് നിന്നിട്ട് ചെയ്യും. പെയിൻ്ററൊന്ന് സമയം കളയുന്ന എനിക്ക് തോന്നുന്നു. ഒന്ന് വെള്ളം ചുമടും കഴുകലും ഇളക്കുമായിരുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, മൂലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞൊരു സൈഡിൽ പോയിട്ടുണ്ട്. ഓക്കെ ആയോ? ഇതെല്ലാം ഇപ്പോൾ വിളിപ്പിക്കുമോ? ഫസ്റ്റ് കോട്ടയിലൊന്നും കാണിയല്ലോ. ഇതിപ്പോൾ ഇതുവരെ ഇവിടെ വരെ അടിച്ചെത്താനുള്ള സാധനം ഉണ്ടോ? ആ മൊത്തം പിന്നെ അത് കളയല്ലേ, സാധനം ഒരുപാട് പോകുന്നു. ശകലം മുക്കിയെടുക്ക്. നമ്മുടെ ആദ്യത്തെ കൂട്ട് തീർന്നു കേട്ടോ. അല്ല നീ എന്താ ഈ പറയുന്നേ? 1.5 കിലോ വൈറ്റ് സിമെന്റ് ഇപ്പൊ തീർത്തോ? ഒറ്റ അടിക്കുക. 1.5 കിലോ ഒക്കെ തീർന്നു. ഇനി 1/2 കിലോ ഉണ്ടോ അവിടെ? 1/2 കിലോ ഉണ്ടായി. 1/2 കിലോ മിച്ചം കാണും. 1.5 കിലോ ഉണ്ട്. എടുത്ത് കാണിയാ കാണിച്ചേ, ബക്കറ്റ് കാണിച്ചേ, തീർന്നു. ഇത് കഴിഞ്ഞു. കാണിച്ചേ, ഉള്ളു കാണിച്ചേ. കൂട്ടൊക്കെ റെഡി ആയിരുന്നു അല്ലേ? അടിയിൽ പിടിച്ചു തോന്നില്ല. ഞാനല്ല കളിക്കും, ഞാൻ അന്നേരം പറഞ്ഞത് പിടിക്കും. അപ്പൊ ഇത് മൊത്തം അടിക്കണമെങ്കിൽ എത്ര കിലോ വേണ്ടി വരും? 5 കിലോ? 2, 3, 4, 5 പോരാ. 5 നിൽക്കില്ല. ഡബിൾ അടിക്കണോ? ഡബിൾ വേണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. പെയിന്റ് സെറ്റാവുമെങ്കിൽ ഡബിൾ അടിക്കണ്ട നോക്കാം. എന്തൊക്കെയോ ഒരു മാറ്റം തോന്നുന്നുണ്ടല്ലേ? അത് ശരി, ഇങ്ങോട്ട് നോക്കി, എൻ്റെ വ്യത്യാസം ഇല്ലേ?